നമ്മുടെ അന്നമണ്ട ഗ്രാമപഞ്ചായത്തിൻ്റെ വെണ്ണുത്തറ പ്രദേശമാണ് ഈ കാണുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ നല്ലൊരു ശുദ്ധജലാശയമായിട്ട് മാറ്റാവുന്ന സ്ഥലമാണ്. ഈ പഞ്ചായത്ത് കമ്മിറ്റി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നത് ഇത് മുഴുവൻ ശുദ്ധീകരിച്ച് ശുദ്ധജല തടാകമാക്കി മാറ്റും എന്ന് പറഞ്ഞ്. കഴിഞ്ഞ ടെസി ടൈറ്റസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞങ്ങളിത് മുഴുവൻ ക്ലീൻ ചെയ്ത് ഇവിടെ മത്സ്യകൃഷിക്ക് കൂട് കെട്ടി സൗകര്യം ചെയ്ത് കൊടുത്തിരുന്നതാണ്. പക്ഷേ ഈ പഞ്ചായത്ത് വന്നതിന് ശേഷം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. 50 ലക്ഷത്തിൻ്റെ പദ്ധതി നടന്നെങ്കിലും അതിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊന്നും അവിടെ ചെയ്തിട്ടില്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ സൈഡ് കെട്ടിക്കൊടുത്തതല്ലാതെ ഇവിടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇവിടെ അന്ന് പറഞ്ഞത് കഴിഞ്ഞ ഗ്രാമസഭകളിലൊക്കെ പ്രസിഡന്റ് അരമണിക്കൂർ വെണ്ണുത്തറയാണ് സംസാരിച്ചിരുന്നത്. വെണ്ണുത്തറ ശുദ്ധജല തടാകമാക്കി മാറ്റി ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ 1 കോടി രൂപ, നബാർഡിൽ നിന്ന് 7 കോടി രൂപ, അങ്ങനെ വലിയൊരു പദ്ധതിക്ക് രൂപം കൊടുത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചു. സർവേക്ക് വേണ്ടി ഒട്ടനവധി പൈസ ചെലവ് ചെയ്തു. ഇതൊക്കെ എവിടെ പോയി എന്നറിയില്ല. സർവേ നടത്തിയതായിട്ട് പഞ്ചായത്ത് ഫണ്ടും ഓൺ ഫണ്ടും ഒക്കെ എടുത്ത് കണ്ടമാനം കാശ് ചെലവ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പ്രാബല്യത്തിൽ വന്നില്ല എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും കിട്ടിയിട്ടില്ല. ഇത് ചെയ്യുന്ന ആ രീതി അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. ഇത് ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിതിനെ ഉയർത്തിക്കൊണ്ടുവരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് ഇവിടെ നിന്ന് തുടങ്ങി വെണ്ണുത്തുറ തുടങ്ങി നമുക്ക് കുണ്ടൂർ കടവ് വരെ അത് ക്ലീൻ ചെയ്ത്, എക്കാട്ടിത്തോട് ക്ലീൻ ചെയ്ത്, അത് കരിക്കാട്ടുചാല് ക്ലീൻ ചെയ്ത് ഇവിടെ നിന്നുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാനും അത് ഇടയ്ക്ക് ചേർപ്പിട്ട് കൊടുക്കാനുള്ള സൗകര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊന്നും നടപ്പായില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ. ഗ്രാമസഭകളിൽ ഘോരഘോരം പ്രസംഗിച്ചതല്ലാതെ ഇതിൻ്റെ യാതൊരുവിധ നടപടികളും ആയിട്ടില്ല. ഒരു വ്യക്തിക്ക് അതിൽ സൈഡ് കിട്ടിയെന്നല്ലാതെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഇത് ജനങ്ങളെ വെല്ലുവിളിച്ചു മുന്നോട്ട് പോകുന്ന ഈ പഞ്ചായത്തിൻ്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ്. ഈ വെണ്ണുത്തറ ക്ലീൻ ചെയ്ത് നല്ല ഒരു ജലാശയമാക്കിയാലേ നമുക്ക് മത്സ്യകൃഷിക്കും ഒക്കെ ഉപയുക്തമാകാവുന്ന സ്ഥലമാണ്, അല്ലേ? അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും.